ആഗ്രഹങ്ങളും ആവശ്യങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് നിമിഷം സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് ദിവസത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. ആദിമസഭയിൽ പരിശുദ്ധാത്മാ അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ടതുപോലെ അതേ സാന്നിധ്യവും ശക്തിയും നമ്മളിൽ പ്രകടമാകുവാൻ നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവനെയെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അത്ഭുതകരമായ ദൈവിക ഇടപെടലും നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്വരം ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് നന്നായിട്ട് പാടാം. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ. കരമുയർത്തിയടിച്ച് ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ജെറമിയ എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജെറമിയ എസെക്കിയേലും പ്രവചിച്ചതെല്ലാം പൂർത്തിയാക്കി. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്തു, പരിശുദ്ധാത്മാവിൽ നിറയും നിങ്ങൾ. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക. അന്ധകാരമേ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുക. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. 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 ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു,
മനുഷ്യർക്കുമേലാവസിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലാവസിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലാവസിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലാവസിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേലാവസിച്ചു ഹല്ലേലൂയ 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 ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ചേർന്ന് പ്രവർത്തിക്കുവാൻ തടസ്സമാകുന്നത് പാപമാണ്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ പാപത്തിന്റെ കറകള്, ഈ പാപത്തിന്റെ ബന്ധനങ്ങള് ദൈവാത്മാവിനോട് നമ്മുടെ ആത്മാവ് ഒട്ടിച്ചേർന്ന് പ്രവർത്തിക്കുവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ, മൂലപാപങ്ങൾ എല്ലാം നമ്മൾ അകന്നു പോകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ രക്തം, യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ മോചിപ്പിച്ചു. ദൈവാത്മാവിന് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തത് നമ്മുടെ പാപങ്ങളാണ്, അകൃത്യമാണ്. അകൃത്യം നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞത് യേശുവിന്റെ രക്തത്താലാണ്, പുത്രന്റെ സാന്നിധ്യത്താലാണ്, പുത്രന്റെ രക്തത്താലാണ്, പുത്രന്റെ ജീവനാലാണ്, പുത്രന്റെ ശരീരത്താലാണ്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തം നമ്മളിൽ എല്ലാ അശുദ്ധിയിൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തമാണ്. ആ രക്തം ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഒഴുകപ്പെടുവാൻ, ഹൃദയതലങ്ങളിലൂടെ എല്ലാം ഈ പരിശുദ്ധമായ രക്തം വ്യാപരിക്കപ്പെടുവാനും, ഹൃദയതലത്തിലുള്ള എല്ലാ മുറിവുകളും, ഹൃദയത്തിലുള്ള എല്ലാ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അവസ്ഥകളും, നിരാശയുടെ ആകുലതയുടെ ഒക്കെ കെട്ടുകൾ, അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നീക്കപ്പെടുവാൻ നമുക്ക് നിമിഷം ആഗ്രഹിക്കാം. മൂലപാപങ്ങളിൽ നിന്ന് വലിയൊരു വിടുതലായിട്ട് നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, ഇവയെല്ലാം നമ്മൾ നിറയപ്പെടാൻ നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ മകനും ദൈവത്തിന്റെ മകളും ദൈവത്തിന്റെ മക്കളുമായി നമ്മൾ മാറ്റപ്പെടുന്നത്. തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് ഈ സമയങ്ങളിൽ വലിയ ദൈവാരൂപി ശരീരങ്ങളിലൂടെ വ്യാപരിക്കുന്നുണ്ട്. തീഷ്ണമായിട്ട് ആഗ്രഹിക്കുക. ഈ ദൈവാരൂപി നമ്മുടെ ശരീരത്തിന് മേൽ ചലിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ പാപവസ്തുവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, കഴുകി മാറ്റപ്പെടുവാൻ, വിശുദ്ധ ശരീരമായി നമ്മുടെ ശരീരം മാറ്റപ്പെടുവാനും, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർക്കപ്പെടുവാനും, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് പുത്രരായിട്ട് മാറ്റപ്പെടുവാനും ഹൃദയത്തിൽ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. ആ വലിയൊരു അഭിഷേകം അപ്പസ്തോലന്മാരുടെ ശരീരത്തിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടാൻ നമുക്ക് നിമിഷം ആഗ്രഹിക്കാം. കർത്താവിന്റെ ആത്മാവ് വലിയൊരു അഭിഷേകം ഈ സമൂഹത്തിന് നൽകുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സകല ബന്ധനങ്ങൾ അഴിയുന്ന ദൈവത്തിന്റെ ശക്തി, സകല കെട്ടുകളെയും തകർത്ത് കളയുന്ന ദൈവത്തിന്റെ അത്ഭുതമായ ശക്തി, കാരാഗൃഹത്തിന്റെ വാതിലുകളെ തുറന്ന ദൈവത്തിന്റെ ശക്തി, കല്ലറകളെ ഭേദിച്ച ദൈവത്തിന്റെ ശക്തി, ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. യേശുവിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ആ വലിയ ശക്തി നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ ശക്തി നമ്മൾ വെളിപ്പെടുകയാണ്. നമ്മുടെ ഓരോ വാക്കുകളിലൂടെയും നമ്മുടെ ഓരോ പ്രവർത്തികളിലൂടെയും ദൈവ സാന്നിധ്യം അപ്പസ്തോലന്മാരുടെ ശരീരത്തിലൂടെ, അപ്പസ്തോലന്മാരുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവർത്തികളിലൂടെ വെളിപ്പെട്ടതുപോലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമ്മളിൽ നിന്ന് പുറത്തേക്ക് വ്യാപരിക്കപ്പെടുക, അനേകം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത ശക്തി
ഇപ്പോൾ ശരീരത്തിൽ വെളിപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ഈശോയെ വലിയ വിടുതൽ ഈ ശരീരത്തിന് തരണേ. അനേകരെ രക്ഷിക്കുവാൻ, പാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചികയുടെ പിടിയിൽ നിന്ന്, അന്ധകാരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് അനേകരെ മോചിപ്പിക്കുവാനുള്ള അത്ഭുതകരമായ ദൈവിക സാന്നിധ്യവും ദൈവിക ശക്തിയും ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ആത്മാവിൽ, ഞങ്ങളുടെ ജീവനിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പ്രവർത്തികളിലുടനീളം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളിലും ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ ഉദരത്തിൽ കിടന്ന ശിശു കുതിച്ചു ചാടിയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി അമ്മയുടെ അധരങ്ങളിലൂടെ വ്യാപരിക്കപ്പെട്ടു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അതേ അഭിഷേകമാണ് ഓരോ ദൈവത്തിന്റെ മകനും ദൈവത്തിന്റെ മക്കൾക്കും കർത്താവ് പ്രദാനം ചെയ്തിരിക്കുന്നത്. തീക്ഷ്ണതയോടെ, ആഗ്രഹത്തോടെ, വിവേകത്തോടെ, വിശുദ്ധിയോടെ ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നമ്മളിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ആദിമസഭ പ്രാർത്ഥിച്ചതുപോലെ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം, റുഹാഭിഷേകം വീണ്ടും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അഗ്നി അഭിഷേകം വീണ്ടും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ശക്തമായ ദൈവിക സാന്നിധ്യം ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ ചങ്ങലുകളും അഴിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ജീവിതത്തെ നശിപ്പിക്കുന്ന സകല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അരൂപിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ എല്ലാ അശുദ്ധാരൂപികളും വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുടുംബത്തെ നശിപ്പിക്കുന്ന, കുടുംബജീവിതത്തെ നശിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. കരമേർത്ത് വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ കടന്നുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി നൽകിയ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആത്മാവിനെ വർഷിച്ചുകൊണ്ട് ഇസ്രായേലിനെ വീണ്ടെടുത്ത പിതാവായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. വിശ്വാസത്തോടെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. അഭിഷേകത്തോടെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. കരഹൃദയത്തോട് ചേർത്ത് വെക്ക. ആത്മാവാം ദൈവമേ എന്നിൽ വന്ന് നിറയണമേ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. ഈശോ ഒന്ന് മാത്രമേ വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ, പരിശുദ്ധാത്മാവിന്. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. ചങ്ങലകളെ തകർക്കുന്ന, അറുത്തു മാറ്റുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി, കാരാഗ്രഹത്തിന്റെ അടിത്തറ പോലും പൊളിച്ചു മാറ്റിയ ദൈവത്തിന്റെ അത്ഭുത ശക്തി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, തടസ്സങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുകയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തടസ്സപ്പെടുത്തുന്നു, ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്നു ആ തടസ്സങ്ങളിലേക്ക്, ആ ബന്ധനങ്ങളിലേക്ക്, ആ പ്രശ്നങ്ങളിലേക്ക്, ആ ഇല്ലായ്മകളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, ജടിക സുഖങ്ങളുടെ, അരൂപികളുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഭിവൃദ്ധിക്ക് തടസ്സം നിൽക്കുന്ന സകല പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി നമുക്ക് സ്വന്തമായിട്ട് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. കാറ്റടിക്കട്ടെ,
വലിയൊരു കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹിയോൻ ഒട്ടുശാലയില് വ്യാപരിച്ചു എങ്കില് തടവറകളെ ഭേദിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഇതാലയത്തില് ദൈവജനത്തിന്റെ മേല് അവരുടെ പ്രശ്നങ്ങളുടെ മേല് ഇത് വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? പരിശുദ്ധാത്മാവേ. ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ആത്മാവാം ദൈവമേ വരണേ, സ്വരമുയർത്തി പാടാം. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, സ്വരമുയർത്തി. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, സ്വയം എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. റൂഹായാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശാന്തമായിട്ടിരിക്കും. നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസ്ഥാനത്ത് ഹൃദയപൂർവ്വം നന്ദി പറയാം. വലിയൊരു അഭിഷേകം, വലിയൊരു കൃപ കർത്താവ് ഈ മണിക്കൂറുകളിൽ നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുക. ഈ ശുശ്രൂഷ ആരംഭം മുതൽ, ജപമാല മുതൽ ദിവ്യകാരുണ്യ ആരാധന വരെയുള്ള നിമിഷം, വചന ശുശ്രൂഷ, ദിവ്യകാരുണ്യ ആരാധന, പരിശുദ്ധ ബലി സമയങ്ങളിലെല്ലാം വലിയൊരു അഭിഷേകം കർത്താവിൻ്റെ ആത്മാവ് സമൂഹത്തിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വരാനിരിക്കുന്ന തടസ്സങ്ങളെ, വരാനിരിക്കുന്ന പ്രതിസന്ധികളെ, വന്നിരിക്കുന്ന പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന്റെ കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വീശുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തില് 7 മുതൽ തിരുവചനം, ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യൻ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ ഛായയില് പൂഴി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്, മനുഷ്യരൂപം, ദൈവത്തിന്റെ ഛായയില് തന്നെ രൂപം സൃഷ്ടിച്ചു ദൈവം. എന്നിട്ട് അതിലേക്ക് നിശ്വസിച്ചപ്പോൾ, ഊതിയപ്പോ, ഒരു കാറ്റടിച്ചപ്പോ ആ മണ്ണ് മനുഷ്യനായി ജീവനുള്ള ദൈവത്തിന്റെ മകനായിട്ട് മാറ്റപ്പെട്ടു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്താ അടിക്കണം? ഒരു കാറ്റടിക്കണം നമ്മളിലേക്ക്. ആരുടെ കാറ്റാ? പ്രകൃതിയുടെ കാറ്റല്ല, ദൈവത്തിന്റെ കാറ്റ് ഒരു മനുഷ്യനിലേക്ക്. ദൈവത്തിന്റെ നിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഊതണ ഒരു മനുഷ്യനിലേക്ക്. പൂഴി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക്, അതിന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം നിശ്വസിച്ചപ്പോൾ, ഊതിയപ്പോ, ഒരു കാറ്റ് വീശി, ദൈവത്തിൽ നിന്ന് ഒരു കാറ്റ് വീശിയപ്പോ അവൻ ജീവനുള്ളവനായിട്ട് മാറ്റപ്പെട്ടു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു? വീണ്ടും പാപം ചെയ്തു. പാപം ചെയ്തപ്പം ഈ കാറ്റ് മനുഷ്യനിലേക്ക് വരുന്ന ആ സോഴ്സ് അടഞ്ഞു പോവാ. എന്താ അടഞ്ഞു പോയേ? സോഴ്സ് അടഞ്ഞു പോയി. ആ കാറ്റ് വരുന്നുണ്ട്. ഒരു കാറ്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കോ. നിശ്വാസം, ദൈവത്തിന്റെ കാറ്റ് ഒരു മനുഷ്യനിലേക്ക് അവന്റെ ജീവിത അവസാനം വരെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇവന് വലിയ അഭിവൃദ്ധി ഉണ്ടായിരുന്നു. ഇവന് വലിയ സൗഭാഗ്യങ്ങള് ഇവന്റെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്നു. ഇവന് ഭാര്യയെ കിട്ടി, ഇവനെല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി. ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ടപ്പോ ഈ കാറ്റ് അവിടെ അവന്റെ ജീവിതത്തിലേക്ക് വീശിയപ്പോ അവിടെ എന്തുണ്ടാവുകയും, അവന് ഭാര്യ ഉണ്ടാവുകയും, അവന് ചേർന്ന ഒരു ഇണ ഉണ്ടാവുകയാണ്. അപ്പൊ എനിക്കും നിങ്ങൾക്കും
ഒരു ചേർന്ന ഇണ ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ കാറ്റ് നമ്മളിലേക്ക് ആഞ്ഞു വീശിക്കൊണ്ട് ഇരിക്കണം. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാറ്റിന്റെ സോഴ്സ് നിൽക്കുന്ന സർപ്പം പറയുന്നത് കേട്ടു. ദൈവത്തിന്റെ വചനത്തെ നിരസിച്ചപ്പോ ലോകത്തിന്റെ കാര്യങ്ങൾ കേൾക്കുക, ലൗകികമായ കാര്യങ്ങൾ, ലോകത്തിൻ്റെതായ മോഹങ്ങള്, കാര്യങ്ങൾ കേട്ടപ്പോ ദൈവത്തിന്റെ കാറ്റിൽ നിന്ന് അകന്ന് ലോകത്തിന്റെ കാറ്റിലേക്ക് പോയപ്പോ അവിടെ അവന് ജീവനില്ലാതായി തീരുകയാണ്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഇടയ്ക്ക് ലോകത്തിന്റെ കാറ്റിലേക്ക് പോകും. അപ്പോഴാണ് ജീവിതത്തില് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്നപ്പോഴാ ഇസ്രായേൽ ജനം എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് ദൈവത്തിന്റെ കാറ്റിൽ നിന്ന്, ദൈവത്തിന്റെ തണലിൽ നിന്ന് അവരെങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. പേശ പറഞ്ഞു, അവർ ആടുകളെ പോലെ പോയി, തീറ്റ തേടി അവരെങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിയുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെട്ടത്. ഇസ്രായേൽ ജനം അറിയുന്നപ്പോൾ അവർക്ക് വേദനകളുണ്ടായി, കഷ്ടപ്പാടുകളുണ്ടായി, ദുരിതങ്ങളുണ്ടായി, ദുഃഖങ്ങളുണ്ടായപ്പോ അവർക്ക് മനസ്സിലായി ഈ കാറ്റിൽ നിന്ന് അവര് വ്യതിചലിച്ചു പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവര് ദൈവസന്നിധിയില് ദീനരോധനം മുഴക്കാൻ തുടങ്ങി, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രശ്നം അതാ, എപ്പോഴാ കരയുന്നേ? കാറ്റിൽ നിന്ന് അകന്നു പോകുമ്പോൾ. കാറ്റിൽ നിന്ന് അകന്നു പോകുന്നപ്പോഴാ ലോകത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകളിലേക്ക്, ലോകത്തിൻ്റെതായ ചില പ്രബോധനങ്ങളിലേക്ക്, ദൈവത്തിന്റെ പ്രബോധനമല്ല, ലോകത്തിന്റെ പ്രബോധനങ്ങളിലേക്ക് കടന്നു, അതിൽ വിശ്വസിച്ച് കടന്നു പോകുമ്പോ ദൈവത്തിന്റെ കാറ്റിൽ നിന്ന് കാറ്റടിക്കാതിരിക്കുന്നില്ല. നിശ്വാസം ഇവിടെ ഉണ്ട്. നിശ്വാസത്തിൽ നിന്ന്, ആ കാറ്റിൽ നിന്ന് ദൈവജനം അകന്നുപോയി. ദൈവമായ കർത്താവ് പിന്നെ മോശെ വിടുക, കാറ്റയച്ച് ആ ദൈവത്തിന്റെ കാറ്റ് എങ്ങോട്ട് പോവാ? അടിമത്വത്തിന്റെ ഭവനമായ ഈജിപ്തിലേക്ക് കടന്നു എന്ന് അവിടെയായിരുന്നു ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരിക, ഈ കാറ്റിലേക്ക് കൊണ്ടുവരുക. ദൈവത്തിന്റെ കാറ്റിലേക്ക് ദൈവം കൊണ്ടുവരുന്നു എന്നാണ് പുറപ്പാടിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ കാറ്റ് വരണം. കാറ്റ് വരുന്നില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധ്യതയില്ല. ഈ കാറ്റാണ് നമുക്ക് ആവശ്യം. ഈ നിശ്വാസം, ദൈവത്തിന്റെ നിശ്വാസത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായിട്ട് മാറ്റപ്പെടുന്നത്. ദൈവത്തിന്റെ വഴിയിലൂടെ പോവുക, ദൈവമാർഗത്തിലൂടെ ചരിക്കുക. പ്രിയ ദൈവജനമേ, ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പാളയമടിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുക. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കും. മോശ കടലിന് മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. ഇസ്രായേൽ ജനത്തിന് വഴി തുറക്കപ്പെടണമെങ്കിൽ ഒരു കാറ്റ് വീശണം. അത് കർത്താവിന്റെ കാറ്റാണ്. ആ കർത്താവിന്റെ കാറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോ, കടന്നു വരുമ്പോ അവന്റെ ജീവിതത്തിന്റെ വഴികൾ തുറക്കപ്പെടുന്നു എന്ന് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പെന്തക്കോസ്ത് തിരുനാൾ എന്തിനാ വെച്ചേ? ഈ കാറ്റാ. നമ്മൾ ഒരുമിച്ച് കൂടി ഇവിടെ കുറെ ആളുകൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഈ പ്രദേശത്തൊന്നും ഇല്ലാത്ത ഒരു വലിയ ശുശ്രൂഷയാണ് അന്ന് ഇവിടെ നടന്നത്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ഇവിടെ ഒന്നും ലഭിക്കപ്പെടാത്ത ഒരു വലിയ കാറ്റ് ഈ ആലയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ജനത്തിന്റെ മേൽ വീശിയടിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ജനത്തെ കൂട്ടിക്കൊണ്ടുവരുമോ? അനേകം പുരുഷന്മാരെ കൂടുതലുണ്ടായിരുന്നു, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരുണ്ടായിരുന്നു. ആരെ കൊണ്ടുവന്നേ? ദൈവമായ കർത്താവ്. ഞങ്ങൾ എന്ത് ചെയ്ത? പ്രാർത്ഥിച്ചു, ദൈവമേ, അനേകര് വന്ന് ഈ കാറ്റടിക്കാനായിട്ട് അവർക്ക് കൃപ കൊടുക്കണേ കർത്താവേ. പാപങ്ങൾ കണക്കിലെടുക്കാതെ, ബലഹീനതകൾ കണക്കിലെടുക്കാതെ അനേകരുടെ മേല് ഈ കാറ്റ് വീശുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോ
അനേക മക്കള് ഈ പരിശുദ്ധമായ മന്ദിരത്തില് ഒരുമിച്ച് കൂടിയപ്പോ ദൈവമായ കർത്താവ് അവരുടെ മേൽ കാറ്റടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ കാറ്റ് അവരുടെ മേലടിച്ചു. ഹല്ലേലൂയ. ആ കാറ്റാണ് ഇന്ന് ഈ സമയത്ത് കത്തി ജ്വലിക്കാൻ പോകുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഏത് വചനം പറയും, എങ്ങനെ ഈ ജനത്തെ ശുശ്രൂഷിക്കുമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഇപ്രകാരം ഈ ജനത്തോട് സംസാരിക്കും. ഈ വചനങ്ങളിലൂടെ നീ ജനത്തോട് സംസാരിക്കുമ്പോ അന്ന് സംഭവിച്ചത് ഇന്ന് ഈ സമൂഹത്തില് സംഭവിച്ചിരിക്കുമെന്ന് ദൈവമായ കർത്താവ് ഉറപ്പ് തന്നിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കർത്താവ് രാത്രി മുഴുവൻ മോശ പ്രാർത്ഥിക്കത് ഈ ഇസ്രായേൽ അടിമത്തത്തിന്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആഗ്രഹിച്ച ഇസ്രായേൽ ജനം മോശയുടെ പുറകെ ആട് വരുന്നത് പോലെ, ഇടയന്റെ കൂടത്തിൽ ആട് പോകുന്നത് പോലെ മോശയുടെ കൂടത്തിൽ ഈ ഇസ്രായേൽ ജനം മുഴുവനും ദൈവം പറഞ്ഞ സ്ഥലത്ത് പാളയമടിച്ച് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റിനെ അയച്ചുകൊണ്ട് ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ ജീവിതത്തില്, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ മുമ്പില് അടയ്ക്കപ്പെട്ട വാതില് തുറന്നുകൊടുത്തു. അടയ്ക്കപ്പെട്ട വഴി ദൈവമായ കർത്താവ് തുറന്നുകൊടുത്തു. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കുക, ശക്തമായിട്ട് സ്തുതിക്കാവോ? അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ കൃപ ദൈവജനത്തിന്റെ മേല് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 വചനം നമുക്ക് ശ്രദ്ധിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് എന്ന് പറഞ്ഞ യേശു വന്ന് പറയുന്നത് എന്താ? സമാധാനം. ഈ മോശയെ കണ്ടപ്പോ ഇസ്രായേൽ ജനത്തിന് വലിയ സമാധാനം ഉണ്ടായി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയെ കണ്ടപ്പോ എന്തുണ്ടായി? ഇസ്രായേൽ ജനത്തിന് വലിയ സമാധാനം ഉണ്ടായി. ഞങ്ങളെ രക്ഷിക്കാനായിട്ട്, ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരാള് വന്നിട്ടുണ്ട്. അതെങ്ങനെയുള്ള ആളാ? ദൈവ സാന്നിധ്യമുള്ള, ദൈവശക്തിയുള്ള ഒരു മനുഷ്യൻ എവിടെ പ്രത്യക്ഷനായി? അവരുടെ മുമ്പില് പ്രത്യക്ഷനായി. ഇവിടെയും പ്രത്യക്ഷനാവുകയാണ്. ഭയന്ന് വിറച്ച് വാതിലടച്ച് അതിനുള്ളിലിരിക്കുന്ന അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ മുമ്പില് ആര് വെളിപ്പെട്ടു? ഈശോ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഞാൻ ഈ ശുശ്രൂഷ വരുന്നവരോട് ആദ്യം വലിയ പ്രശ്നമായിട്ട് വരും. ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് കാര്യമൊന്നും നടന്നില്ല, പക്ഷെ വലിയൊരു സമാധാനം കിട്ടി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആരുണ്ട് ഈ ശുശ്രൂഷയിൽ? ആരുണ്ട്? ഈശോ ഉണ്ട്. ഈശോ ആർക്ക് പ്രത്യക്ഷനാവുന്നുണ്ട്? ഇവിടെ വരുന്ന ഓരോ മകനും മകളുടെ ജീവിതത്തിൽ യേശു വെളിപ്പെടുന്നുണ്ട്. ആ യേശു കൊടുക്കുന്ന സംഭവം എന്താ? സമാധാനം. യേശു സമാധാനം കൊടുക്കുക. ഇപ്പൊ ഇവിടെ കിട്ടിയത് സമാധാനം കിട്ടുകയും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവന്റെ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പൊ ഈശോയുടെ പാർശ്വങ്ങളും മുറിവുകളെല്ലാം ഈ ശിഷ്യന്മാരെ കാണിച്ചപ്പോ അവർ സന്തോഷിച്ചു. അവരുടെ പാപങ്ങൾക്ക് പരിഹാര ബലി അർപ്പിച്ചുകൊണ്ട് ആ പാപകരമായ ജീവിതത്തെ മുഴുവൻ ഏറ്റെടുത്ത അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തില് വെളിപ്പെട്ടു നിൽക്കുന്ന തിരുമുറികളിലൂടെ ഒഴുകുന്ന തിരുരക്തത്തിന്റെ സാന്നിധ്യത്തെ അവർ അനുഭവിച്ചപ്പോ അവരെല്ലാവരും സന്തോഷിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അപ്പൊ ഈശോയുടെ തിരുമുറിവ്, ഈശോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഒരുവൻ കണ്ടുമുട്ടിയാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിന്റെ പേരാണ് സന്തോഷത്തിന്റെ അനുഭവം.
വേറെ എന്നെ ആരെ കണ്ടാലും സന്തോഷം. ബ്രദറിനെ കാണാൻ പറ്റുമോ? ഇന്നൊക്കെ വിളിച്ചു ചോദിച്ചു, എപ്പോ വന്നാ കാണാൻ പറ്റും? വലിയ സന്തോഷമുണ്ടോ? എന്നെ കണ്ട എന്നാ സന്തോഷമുണ്ടോ? പ്രിയ ദൈവജനമേ, ദൈവമായ കർത്താവ് തിരുവചനങ്ങളുടെ നമ്മോട് പറഞ്ഞു തരികയാണ്, യേശുവിനെ കണ്ടുമുട്ടിയാൽ, മുറിവേറ്റവനെ, എനിക്ക് വേണ്ടി മുറിവുകളേറ്റവനെ, ക്ഷതമേറ്റവനെ ഞാനോ നിങ്ങളോ കണ്ടുമുട്ടിയാൽ നമ്മുടെ ജീവിതത്തില് ഒരിക്കലും സന്തോഷം നഷ്ടപ്പെട്ടു പോകത്തില്ല. ആ സന്തോഷം നമ്മളില് നിലനിൽക്കും, കുടികൊള്ളും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈശോയെ കണ്ടുമുട്ടിയ പിന്നെ സംഭവിക്കുന്നത് അയക്കുക. പിന്നെ ഈ കണ്ടവനെ പ്രഘോഷിക്കുവാൻ, ഈ കണ്ടവന് സാക്ഷ്യം നൽകുവാനായിട്ട്, ആ കിട്ടിയ അനുഭവങ്ങള് പങ്കുവെക്കുവാനായിട്ട് ദൈവം യേശു നമ്മളെ അയക്കുന്നു എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? കണ്ടവനെ പ്രഘോഷിക്കാതിരിക്കാൻ. ഭൂമിയിൽ എന്നാ കിട്ടിയാലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. കോടാനുകൂടി സമ്പത്തോ നമുക്ക് തരാന്ന് പറഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാകുന്നില്ല. കടബാധ്യത മാറിയാൽ സമാധാനം ഉണ്ടാകുന്നില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരുവന്, ഈശോ അനുഭവം ഉണ്ടാകുന്ന ഒരുവന് മാത്രമേ സമൂഹത്തില് സമാധാനത്തില് ജീവിക്കുവാൻ സാധ്യമാകത്തുള്ളൂ എന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു. കാറ്റുവീശി. ഈശോനെ കണ്ടുമുട്ടുന്ന ഒരുവന് യേശുവിൽ നിന്ന് ലഭിക്കപ്പെടുന്നത് കാറ്റാണ്, ദൈവത്തിന്റെ കാറ്റ്. ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ഒരു കാറ്റ് ചെങ്കടൽ മധ്യത്തിൽ വീശിയെങ്കിൽ ആദിമാതാപിതാക്കളെ ആദത്തെ സൃഷ്ടിച്ചപ്പോ ആദത്തിന്റെ മേൽ വിശ്വസിച്ച ഒരു കാറ്റ് എവിടെ വന്നു? ശിഷ്യന്മാരുടെ മേൽ. ഈശോയെ കണ്ടുമുട്ടിയ നിമിഷം, ഉയർത്തെഴുന്നേറ്റവനെ കണ്ടുമുട്ടിയ നിമിഷം യേശുവിൽ നിന്ന് ഒരു കാറ്റ് ആരിലേക്ക് വീശി? ശിഷ്യന്മാരുടെ മേൽ വീശിയടിച്ചു എന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കടം മാറാനല്ല. ഇന്നൊരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ 60 ലക്ഷം രൂപ 80 ലക്ഷം രൂപ കിട്ടുന്ന ഒരു റബ്ബർ തോട്ടം, ഈ 80 ലക്ഷം രൂപ കിട്ടുന്ന ഈ റബ്ബർ തോട്ടം വിൽക്കണം. ഇപ്പൊ 2 ഏക്കർ റബ്ബർ തോട്ടം. അപ്പൊ 40, 80. ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇത്രയും വിലയോ? അമ്മച്ചി പറഞ്ഞു, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ്, സ്വർണം വിളയുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അതിന് 40 ലക്ഷം രൂപ. അത് പോട്ടെ ബ്രദറെ, ഒരു 30 കിട്ടണം. അപ്പൊ എത്ര കിട്ടും? 60. അപ്പൊ ഈ അമ്മച്ചിക്ക് എന്താ ദ്രവ്യാസക്തി ഉണ്ട്, ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയുള്ള വലിയ ആഗ്രഹം അമ്മച്ചിയുടെ ഉള്ളിൽ കിടക്കുമോ? പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞ അമ്മച്ചിയോട്, ഇത് വിൽക്കുമ്പം അമ്മച്ചി ദൈവത്തിന്, ദേവാലയത്തിന് 2 ലക്ഷം രൂപ സമർപ്പിക്കാൻ പറയാൻ പറയും. അമ്മച്ചിയുടെ മനോഭാവം തന്നെ. ഈ അമ്മച്ചിയുടെ മനോഭാവം അറിയാൻ വേണ്ടി പറയാം. അമ്മച്ചി എന്നോട് പറഞ്ഞു, അമ്മച്ചി ഈ 30 ചോദിച്ചാൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, അമ്മച്ചി ഈ 30 കിട്ടും 1 ഏക്കർ? റബ്ബറിന് വിലയൊന്നും ഇല്ലാത്ത സമയത്ത് എത്ര വില കിട്ടും? അമ്മച്ചിയുടെ ആഗ്രഹം 30, 60 ലക്ഷം രൂപ. അപ്പൊ കർത്താവ് പറയുക, ഒരു 2 ലക്ഷം രൂപ കർത്താവിന് കൊടുക്കാൻ പറയാം, 2 ലക്ഷം രൂപ പള്ളി കൊണ്ടിടാൻ പറയും, ദേവാലയത്തിൽ സമർപ്പിക്കാൻ പറയാം. ഈ അമ്മച്ചിനോട് പറയാം ഒറ്റ വാക്ക, കർത്താവ് 60 ലക്ഷം രൂപ തന്നാ ഞാൻ 2 ലക്ഷം രൂപ കൊടുക്കാം. നല്ല കർത്താവിന്റെ എഗ്രാൻ 60 നീ തരുവാണെങ്കിൽ 2 തരും. ഈ മനോഭാവത്തിൽ മാറ്റം സംഭവിക്കുമ്പോ, ഇതല്ല കർത്താവ് തരുന്നതിന് കർത്താവിന് പ്രതിഫലം കൊടുക്കുവാൻ നിന്റെ മനോഭാവത്തില് മാറ്റം വരുമ്പോ നിന്റെ ദൈവമായ കർത്താവിന്റെ കാറ്റ് നിന്റെ ജീവിതത്തിലേക്ക് വീശിയടിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യത ഇപ്പുറത്ത് വരുക, കർത്താവിന് കൊടുക്കാനായിട്ട്. പറഞ്ഞ വെച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കൊടുക്കാനൊരു മനോഭാവം ഉണ്ടായ
വിട്ടുകൊടുക്കാനുള്ള എത്ര കാലം ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര കാലം ജീവിക്കുമെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് ഒരു പ്രശ്നമില്ല. 10, 15, 20, 50, 35, 80 ലക്ഷം. പക്ഷെ കർത്താവിന് കൊടുക്കാൻ പറഞ്ഞ മനോഭാവം കർത്താവ് പരീക്ഷിക്ക് നോക്കി, ഓർത്ത് നോക്കി. നമ്മുടെ മനസ്സിന്റെ മനോഭാവങ്ങളെ ദൈവം സൂക്ഷ്മമായി പരീക്ഷിച്ചുകൊണ്ട് ആ മനോഭാവങ്ങളെ മാറ്റിമറിക്കുവാൻ ഒരു കാറ്റ് നമ്മളിലേക്ക് വീശിയടിച്ചാൽ, ആ കാറ്റ് വീശിയടിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശുവിനെ കാണണം. അതെപ്പോഴാ കാണുന്നേ? കഥ കടച്ചിരിക്കും. അതെപ്പോഴാ? ബ്ലേഡുകാര്, ബാങ്കുകാര് പിടിക്കാൻ വരുന്ന സമയത്ത്, ജപ്തി ചെയ്യുമെന്ന് പറയുന്ന സമയത്ത്, കഥ കടച്ചിരിക്കുന്ന ഒരവസ്ഥയില് ഞാനും നിങ്ങൾ ആരെ കാണും? യേശുവിനെ മുഖാമുഖം കാണുന്ന സമയം. ആ സമയം അപ്പൊ എല്ലാം വിട്ടുകൊടുത്താൻ തയ്യാറാകുന്ന നിമിഷത്തില് അവൻ നമുക്ക് പ്രത്യക്ഷനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ നമ്മുടെ മേൽ വിശ്വസിക്കുമ്പോ നമ്മുടെ ഈ ലോകത്തോടുള്ള താല്പര്യം നമുക്ക് വിട്ടുമാറുമെന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുക്കത്തില്ലെന്ന് വിട്ടുകൊടുക്കുക. എനിക്ക് എൻ്റെ ഞാൻ ഈ സന്തോഷം കിട്ടണമെങ്കിൽ ഇതൊന്നും ഈ 60 ലക്ഷം രൂപ എന്നാലും സന്തോഷം വരാൻ പോകുന്നു. ഈ 60 ലക്ഷം രൂപ വരുമ്പോ എന്ന് ശ്രമിക്കുക, അതിൻ്റെ അടുത്ത് രോഗോടെ വരും. സമാധാനം കെടുത്തു. കാരണം എന്താ? ദൈവത്തിന്റെ സമാധാനം ലഭിക്കപ്പെടുവാൻ ലോകത്തെ ആശ്രയിക്കുന്ന, സമ്പത്തിനെ ആശ്രയിക്കുന്ന, ലോകവസ്തുക്കളിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ സമാധാനം കെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ സമാധാനം അവനിൽ കുടികൊള്ളത്തുള്ളൂ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഞാൻ പറഞ്ഞ അമ്മച്ചി, ഒരു ആശാരി, ഒരക്രൈസ്തവനായ ഒരു സഹോദരൻ കൺവെൻഷന് വന്നപ്പോ അവന്റെ പോക്കറ്റിൽ നിന്ന് അവൻ ഉള്ളതെടുത്ത് കർത്താവിന് കൊടുത്തു. നിങ്ങൾ ചിന്തിക്കണം, ഉള്ളതെടുത്ത് കർത്താവിന് കൊടുത്തു. സ്തോത്ര കാഴ്ച പാത്രത്തിനുള്ളിലോട്ട് ഈ പോക്കറ്റിനകത്ത് കിടക്കുന്ന വാരി ഇടുക. വാരി ഇട്ട് കഴിഞ്ഞിട്ട് ഇവന് പള്ളിയിൽ നിന്ന് ഇറങ്ങി, ഞാൻ കുടമാളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് നിന്നപ്പോ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് പാലായി പോണം. പോക്കറ്റിലുള്ളത് വാരി എടുത്തിട്ട് എണ്ണി നോക്കുമ്പോ മെഡിക്കൽ കോളേജ് വരെ നടന്നു പോയാലേ ബാക്കിക്കുള്ള വണ്ടിക്കൂലി ഉള്ളൂ. കൊടുക്കുമ്പോ, നീ വിട്ടുകൊടുക്കുമ്പോ നിന്റെ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവ് പ്രത്യക്ഷനായിട്ട് നിന്റെ മേൽ കർത്താവ് ഊതും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇവിടെ മാമോദീസ സ്വീകരിച്ച അപ്പസ്തോലന്മാർ യേശുവിൽ നിന്ന് ഡയറക്റ്റ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് ഈ അപ്പസ്തോലന്മാർ. ഈ അപ്പസ്തോലന്മാരുടെ മേൽ കർത്താവ് വീണ്ടും നിശ്വാസത്തിലൂടെ ആത്മാവിനെ കർത്താവ് കൊടുക്കുക. മാമോദീസയിൽ വന്ന് ഈ നിശ്വാസം വന്ന് വീണ്ടും ഈ നിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയപ്പെടുക. കാരണം സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്വരമേർത്തി സ്തുതിച്ച് കെട്ടഴിയട്ടെന്നേ. മനോഭാവങ്ങളില് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് വരുന്ന ഇവര് ഈശോ സ്വർഗത്തിലേക്ക് പോയി. വിശ്വസിച്ച് അവരുടെ മേൽ കണ്ടു. സമാധാനം കണ്ടപ്പോഴേ കൊടുത്ത സമാധാനോ. കർത്താവിന്റെ ആലത്തൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സാധനം സമാധാനോ. അതിനുശേഷം തന്നെ മാറ്റം അല്ല കാണണ്ടേ. ആരെ കണ്ടേ? ഈശോയെ ഉയർത്തി. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ കണ്ടുമുട്ടി ഈശോയെ ഇവർക്ക് കാണിച്ചു കൊടുക്കണേ. പാരുടെ പുറകെ പോവും? ദൈവത്തിന്റെ പുറകെ പോവും. നിങ്ങൾ പോകാൻ പറയും ഈശോ. നിങ്ങൾ ലോകമെങ്ങും പോയി സാക്ഷ്യം വഹിക്കാൻ പറയും.
വേല ചെയ്യാൻ പറ, കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ പറ. നമുക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ പറ. കർത്താവിന്റെ ആത്മാവ് ഈ കാറ്റടിക്കണം നമ്മളിലേക്ക്. ഈശോ സ്വർഗത്തിലേക്ക് നോക്കി നിന്നു. പോയതുപോലെ തന്നെ ഈ കാറ്റ് വരും. സ്വർഗത്തിലേക്ക് ഒരു കാറ്റ്, സ്വർഗത്തിലേക്ക് ഏലിയായെ സംഭവിച്ചുകൊണ്ട് പോയ ഒരു കാറ്റ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് സംഭവിച്ചുകൊണ്ട് പോകുമ്പോ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഈ കാറ്റ് വീണ്ടും നിങ്ങളുടെ മേൽ അടിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവിനെ സ്വർഗത്തിലേക്ക് സംഭവിച്ച ഈ കാറ്റ് വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, വെള്ളവസ്ത്രധാരികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞപ്പോ അവർ സിഹിയോൻ ഊട്ടുശാലയിലേക്ക് പോവുക. അവിടെ എന്താ? പരിശുദ്ധ കുർബാന അർപ്പിച്ച സ്ഥലം. പ്രിയ ദൈവജന, പെന്തക്കോസ്താ തിരുനാളില് എവിടെ നമ്മൾ ഒരുമിച്ച് കൂടി? പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് ദൈവം ജനം ഒരുമിച്ച് കൂടുക. അതേ സംഭവം തന്നെ സംഭവിക്കുക. ഇവിടെ വചനം പറയുന്നു, പെന്തക്കോസ്താ ദിനം ആഗതമായപ്പോ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. കാറ്റടിച്ചോ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനത്തിനകത്ത് 1-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം പറയും, അവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകി. നമ്മൾ 21 ദിവസം പ്രാർത്ഥനയിൽ മുഴുകി. എന്തിനുവേണ്ടിയാ? ഈ കാറ്റടിക്കുക. ഈ കാറ്റടിക്കാനാണ് പ്രാർത്ഥിച്ചത്. ഈ 2 ദൂതന്മാർ പറഞ്ഞു, ഈ കാറ്റ് അവനെ സംഭവിച്ചുകൊണ്ട് പോയതുപോലെ ഈ കാറ്റ് നിങ്ങളുടെ മേൽ വീശിയടിക്കുന്ന ഒരു സമയം, ഒരു കൊടുങ്കാറ്റ്. ഈ കാറ്റ്, ഈ സംഭവിച്ചുകൊണ്ട് പോയ ഈ കാറ്റിൽ യേശുവിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയ ആ കാറ്റില്ലേ, ആ കാറ്റ് ഏലിയായെ സംഭവിച്ച ആ കാറ്റില്ലേ, ആ കാറ്റ് അപ്പസ്തോലന്മാരുടെ മേൽ അടിക്കുന്ന സമയമാണ് പെന്തക്കോസ്തായുടെ സമയം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആർക്കെങ്കിലും ഈ കാറ്റ് വേണോ? ഈ കാറ്റടിക്കണ്ടേ? ഇതിനാ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, ഇതിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ കാറ്റടിക്കാനാണ്. ഇവരുടെ മേൽ കാറ്റടിച്ചു. ഈ അപ്പസ്തോലന്മാരുടെ മേല് സ്വർഗത്തിലെ കാറ്റ്, ഈശോയെ സംഭവിച്ചുകൊണ്ട് പോയ അതേ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ് എങ്ങോട്ടടിച്ചു? ഈ അപ്പസ്തോലന്മാരുടെ മേൽ അടിച്ചു. ആഞ്ഞടിക്ക് കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടെ അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറി മുഴുവനിലേക്കും ഈ ആത്മാവിന്റെ അഭിഷേക കാറ്റ്, നിശ്വാസം, യേശു നിശ്വസിച്ച് ഈ നിശ്വാസം, ജീവൻ ആരിലേക്ക് വ്യാപരിച്ചു? ഈ അപ്പസ്തോലന്മാരുടെ മേൽ വ്യാപരിച്ചപ്പോ അവരെല്ലാവരും ജീവനുള്ളവരായിട്ട് മാറ്റപ്പെട്ടു. കരമെന്ന് ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നടത്തി കാറ്റടിക്കട്ടെ, കാറ്റടിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ചേ. കർത്താവിന്റെ ശബ്ദം, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ അഭിഷേകം ഓരോ മകനിലും മകളിലും കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, അത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോരെ നന്നായിട്ട് സ്തുതിച്ച് സ്വരമുയർത്തി സ്തുതിച്ച്. ഈ കാറ്റടിക്കണം. സ്വരമുയർത്തി നന്നായിട്ട് സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാറ്റടിച്ചവര് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പറയും, ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു. ഭാവി പ്രവചനം വഴി അവൾ തൻ്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവർ പൗലോസിന്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസനാണ്. കാറ്റടിച്ചവരാണ് ഇവര്. ആര് പറയുന്നേ? അശുദ്ധാത്മാവ് പറയുക, ഇവര് ദൈവത്തിന്റെ കാറ്റടിച്ചവരാണ്. ഇതാർക്കാ മനസ്സിലാവുന്നേ? അശുദ്ധാരൂപികൾക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിച്ചവരെ, കാറ്റ് ആവശിച്ചവരെ
ദൈവത്തിന്റെ വിശ്വാസം ഏറ്റവരെ ആർക്കറിയാം? അശുദ്ധാത്മാക്കൾക്കറിയാം. അവര് തന്നെ ദൈവത്തെ വെളിപ്പെടുത്തുക. ഈ അശുദ്ധ എന്ന് പറയുന്നത് ദേ വരുന്നു, കാരണം ഇവരെ കൊല്ലാൻ വരുവാ. ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ശേഷിയുള്ള ദൈവത്തിന്റെ കാറ്റടിച്ചവര് ദേ വരുന്നു എന്ന് വിളിച്ചു പറയുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ഈ കാറ്റടിച്ചവര് എപ്പോഴും അവരുടെ ആഗ്രഹം എന്നാ? മറ്റുള്ളവരെല്ലാം രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം. മറ്റുള്ളവരെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാരാ? ഈ കാറ്റ് വീശുവരാ. യേശുവിൽ നിന്ന് നിശ്വാസം സ്വീകരിച്ചവരാണ്, ദൈവത്തിൽ നിന്ന് നിശ്വാസം സ്വീകരിച്ചവരാണ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെ അവരെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ കാറ്റടിച്ചവരാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പല ദിവസങ്ങൾ അവൾ അപ്രകാരം ചെയ്തു. പൗലോസിനെ അത് അസഹ്യപ്പെടുത്തി. ഇവരങ്ങോട്ടും കൊണ്ടും പോകുമ്പോ വിളിച്ചു പറയാം, എന്താ? യഹൂദർക്ക് അസ്വസ്ഥത ഉണ്ടായിട്ട് ഇവരെ പിടിച്ചു കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ടല്ലേ ഇവരെ തല്ലിക്കൊല്ലണം. ഈ ആത്മീയ ശുശ്രൂഷ കാറ്റടിച്ചവരെ നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാരാ? അശുദ്ധാരൂപി ബാധിച്ചവരാണ് ആത്മീയ ശുശ്രൂഷയെ നശിപ്പിച്ചു കളയുവാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ട് ഇവരെന്താ ചെയ്തേ? ഈ പെൺകുട്ടി എന്താ പറഞ്ഞ? അവളിൽ എന്തുള്ള അശുദ്ധാരൂപി. ഈ അശുദ്ധാരൂപി എന്താ പറഞ്ഞേ? ഇവര് ഇന്നവരാണ്, ഇവര് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നവരാണ്, അനേകർ രക്ഷപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നവരാണ്. അപ്പൊ യഹൂദർക്ക് കലിപ്പുണ്ടായിട്ട് ഇവരെ കൊന്നുകളയണം. ആരുടെ ലക്ഷ്യ? സാത്താന്റെ ലക്ഷ്യമാണ്. ഈ ഒരു ആത്മീയ ശുശ്രൂഷ നശിപ്പിക്കണമെന്നുള്ളത്, ഈ കാറ്റടിച്ചവരെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ളത് ആരുടെ ലക്ഷ്യ? സാത്താന്റെ ലക്ഷ്യമാണ്, അശുദ്ധാരൂപിയുടെ ലക്ഷ്യമാണെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ അത് ആരെ അസഹ്യപ്പെടുത്തി? പൗലോസിനെയും ശീലാസിനെയും അസഹ്യപ്പെടുത്തി എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നതാ. അസഹ്യപ്പെടുത്തും, പിന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ എരിവ് കയറ്റി മറ്റുള്ളവരെ കൊണ്ട് എരിവ് കയറ്റി ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യിപ്പിക്കായിരിക്കും. അവരെ ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്യുക, ഇതാണ് ലക്ഷ്യം. അവളുടെ യജമാനന്മാർ, ഇത് നമുക്ക് ശ്രദ്ധിക്കാം, പല ദിവസങ്ങൾ അവർ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ തക്ഷണം അത് പുറത്തുപോയി. കാറ്റടിച്ചു. അശുദ്ധാരൂപിയോട് പറയുമ്പോ, പുറത്തു പോകാൻ പറയുമ്പോ, ഈ ദൈവത്തിന്റെ കാറ്റ് എങ്ങോട്ട് വീശും? ഈ വ്യക്തിയിലേക്ക്, ഈ സ്ത്രീയിലേക്ക് വീശിയപ്പോ അതിനുള്ളിൽ നിന്ന് അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന അരൂപി അവളെ വിട്ട് പുറത്തുപോയി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ നശിപ്പിക്കുവാൻ, അനേകരെ നശിപ്പിക്കുവാൻ അവളിൽ കുടികൊണ്ടിരുന്ന അശുദ്ധാരൂപി പുറത്തു പോകുവാനായിട്ട് ദൈവം അയച്ചൊരു കാറ്റ് ആരിലുണ്ട്? ഈ അപ്പസ്തോലന്മാരുടെ മേലുണ്ട്. ഈ കാറ്റ് അവരിൽ നിന്ന് എങ്ങോട്ട് വീശി? ഈ സ്ത്രീയിലേക്ക് വീശിയപ്പോ ആ അശുദ്ധാരൂപി അവളെ വിട്ടുപോയി എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാറ്റ് വരണ്ടേ? എന്നിട്ട് ആരാണ് പറയുന്നത്? ഈ കാറ്റ് എന്നിലേക്ക് വീശണേ, എന്റെ വീട്ടിലെ പ്രശ്നം തീരും, എന്റെ വീട്ടിലുള്ള ഈ പ്രശ്ന അസ്വസ്ഥതകള്, ഈ രോഗങ്ങള്, ഈ തകർച്ചകളോട് എനിക്ക് ശാസിക്കാൻ പറ്റും, എനിക്ക് കൽപ്പിക്കാൻ പറ്റും. അതിലൂടെ ഈ കാറ്റും കൊണ്ട് വീശും. അരൂപിയിലേക്ക് വീശുമ്പോ അരൂപി എന്നിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു. ഈ കടബാധയോട് പറയാൻ പറ്റും, വിട്ടുപോകാൻ പറയാം. എന്നിട്ട് ഈ കാറ്റ് അങ്ങോട്ട് വീശും. എന്നിട്ട് ഈ കടബാധയുടെ അരുവി വിട്ടുപോകും. ഇവിടെ സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ അശുദ്ധാരൂപി വഴി സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെ യഹൂദരുടെ സമ്പത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ സാധനം വിട്ടുപോകുന്നു. അവിടെ പ്രശ്നം ഉണ്ടാവുക. തങ്ങളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായമാർഗം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ പൗലോസിനെ ശീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുന്നിൽ കൊണ്ടുവന്നു.
അവരവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, യഹൂദരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു. റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെ കുറിച്ച് ഇവർ പ്രസംഗിച്ചു നടക്കുന്നു. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കുവാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവരുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. ഈ പൗലോസിന്റെയും ശീലാസിന്റെയും വസ്ത്രം ഉരിഞ്ഞു മാറ്റി അടിമുടി ഇവരെ നന്നായിട്ട് പ്രഹരിച്ചു, അടിച്ച് മുറിപ്പെടുത്തിക്കൊണ്ട് ഇവരെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കൊണ്ടിട്ടിരിക്കുക. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കൊണ്ടിട്ടു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും ഈ മുറിവൊന്നും വകവെക്കാതെ കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. നമ്മളാണ് മുറിവ് നോക്കിയിരിക്കുന്നത്. കർത്താവേ, വചനം പ്രഘോഷിച്ചിട്ട് ഇതാണോ സ്ഥിതി? ഒരു സഹോദരൻ ഇവിടുന്ന് പോയ, എൻ്റെ ശരീരത്തിൽ എന്തോ അസുഖം വന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് ശരിയാകത്തില്ല, അതുകൊണ്ട് പോവാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ശുശ്രൂഷയ്ക്ക് ഇല്ല, പോവുക. ഇവിടെ മുറിവേറ്റവര്, കർത്താവിന്റെ സന്നിധിയില് മുറിവേറ്റവര്, കർത്താവിന്റെ സന്നിധിയില് വചനം പ്രഘോഷിച്ച് രോഗം വന്നവര്, കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത് തകർച്ചയുണ്ടായവര്, അവരും വിട്ടുപോകാനല്ല, ആ തകർച്ചകളെ ശാസിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ദൈവ സാന്നിധ്യം അവരിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുക. ഇവര് ചുമ്മാ ഇരുന്നൊന്നുമില്ല. അവരെന്ത് ചെയ്തു? കീർത്തന അർദ്ധരാത്രിയോട് അടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ അർദ്ധരാത്രിയിൽ ഉറങ്ങി. പൗലോസ്, നീ ഉറങ്ങിയോ? ഇല്ല, വേദനയുണ്ട്, പക്ഷെ ഞാൻ ഹാലലുയ ഹാലലുയ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ സങ്കീർത്തനം, എൻ്റെ ഉള്ളിലുള്ള സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളിലുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഉറക്കെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ശീലാസേ, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നീ ഉറക്കെ പ്രാർത്ഥിച്ചോ എന്ന് പൗലോസ് പറയുക. രണ്ടുപേരും കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുറിവുകളൊന്നും വകവെക്കാതെ, ഈ ചങ്ങലകളൊന്നും വകവെക്കാതെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുക. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ കാറ്റ് ഈ അപ്പസ്തോലന്മാരുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മുറിയിലേക്ക് ദൈവത്തിന്റെ കാറ്റ് വീശി, കൊടുങ്കാറ്റ് വീശി അടിച്ചപ്പോ അവരുടെ ചങ്ങലകളെ ആ കാറ്റ് അറുത്തു മാറ്റി, ബന്ധനങ്ങളെ കാറ്റ് അഴിച്ചു മാറ്റി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങിയെന്ന അപ്പസ്തോല പ്രവർത്തനം പറയുന്നു. അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, ആ കാരാഗൃഹം മൊത്തം നശിച്ചുപോയി. ഇനി ആരെങ്കിലും കൊണ്ട് അവിടെ പിടിച്ചിടാൻ പറ്റുമോ? ഇനി അങ്ങനെ സാധനം ഉണ്ടോ? ചങ്ങല മുറിയപ്പെട്ടു. ആക്സോ ബ്ലേഡ് ഉണ്ട്. ആക്സോ ബ്ലേഡ് അല്ല, മറ്റേ മിഷ്യന്മാൾ ഉപയോഗിച്ച് അറത്തു മുറിക്കുന്നത് പോലെ, കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ കാറ്റ് അവരുടെ ചങ്ങലകളെ ഭേദിച്ചു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തും. നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമെങ്കിൽ, പ്രിയ ദൈവജനമേ, ദൈവമായ കർത്താവിനെ നീ കീർത്തനം പാടി നിന്റെ പ്രതിസന്ധികൾക്കുള്ളിൽ കടന്നുകൊണ്ട്, നിന്റെ വേദനയ്ക്കുള്ളിൽ കടന്ന് ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോ ഈ കാറ്റ് നീ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ പ്രശ്നങ്ങളിലേക്ക് ആഞ്ഞു വീശുമെന്ന് അപ്പസ്തോല പ്രവർത്തനം പഠിപ്പിക്കുക. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ആരാധിക്കാൻ, ദൈവമായ കർത്താവിനെ ആരാധിക്കുക. പൗലോസ് വിളിച്ചു പറഞ്ഞു. ഇന്നലെ എന്ത് ചെയ്തു? കാവൽക്കാർ ഉണർന്നപ്പോ കാരാഗൃഹത്തിന് വാതിൽ തുറന്നു കിടക്കുന്നു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസമൊന്നും കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവർ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവർ പൗലോസിന്റെയും ശീലാസിന്റെയും കാൽക്കൽ വീണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കർത്താവിലുള്ള വിശ്വാസത്തിലുള്ള ആരാധനയില് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഇങ്ങനെയുള്ള ആരാധനയാ വിശ്വാസത്തിലുള്ള ആരാധന. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഞങ്ങൾ ആരാധിച്ചതുപോലെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ശരിയായിട്ട് വരാന്നേ.
പ്രശ്നമൊക്കെ തീർന്നിട്ട് വരാം, വണ്ടിക്കൂലി ഉണ്ടായിട്ട് വരാം, നടന്നു വരണോന്നേ. വണ്ടിക്കൂലി ഇല്ലാത്തവർ നടന്നു വരണം, വണ്ടിക്കൂലി ഉള്ളവര് അത് എടുത്തിട്ടിട്ട് നടന്നു പോകണം. സഹനമില്ല, കിട്ടത്തില്ല. കർത്താവിന് വേണ്ടി സമർപ്പിച്ചാലേ കിട്ടത്തു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ദിവസം പരിപൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഒരു കാറ്റ് വീശാൻ, ഈ ചങ്ങലകളെ ഭേദിച്ച കാറ്റ്, തടവറയെ കുലുക്കിയ ഒരു കാറ്റ്, ആ തടവറ ഇല്ലായ്മ ചെയ്തൊരു കാറ്റ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ ആരാധന നിമിഷങ്ങളിൽ വ്യാപരിക്കവിടെ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ ഈ കാറ്റ് നിന്റെ ജീവിതത്തിലേക്ക് വീശുമോ? നിന്നെ ബന്ധിച്ചിരിക്കുന്ന, ഒരിക്കലും അഴിഞ്ഞു മാറത്തില്ല എന്ന് കരുതുന്ന ചില ബന്ധനങ്ങൾ കർത്താവ് ഈ ആരാധന നിമിഷത്തിൽ അറുത്തു മാറ്റുക. ഈ കാറ്റ് അറുത്തു മാറ്റുക. ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ ആ കാരാഗൃഹത്തിലേക്ക്, ആ തടസ്സങ്ങളിലേക്ക് ആ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്ക് ഇവിടെ കാറ്റടിക്കാൻ പോവാ. സകല കെട്ടുകളഴിയാൻ പോവാ. ഇനി ഒരിക്കലും നിനക്ക് വേണ്ടി ഒരു കാരാഗൃഹം ഈ ഭൂമി കാണത്തില്ലെന്നേ. നിന്നെ പൂട്ടിയിടാനായിട്ടൊരു കാരാഗൃഹോ, ആ കാരാഗൃഹത്തിന്റെ വാതിലോ ഒരു ചങ്ങലയോ ഇനി ഭൂമിയിൽ ഉണ്ടാകത്തില്ല. അതിന്റെ മേൽ കർത്താവിന്റെ കാറ്റ് വീശിയിരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താല് നിങ്ങളെ വിശുദ്ധീകരിക്കുക. വിശ്വാസത്തോടെ കരങ്ങൾ നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, വിശ്വാസത്തോടെ ഉയർത്തിക്കേ. കരം ഉയർത്തിപ്പിടിച്ച് അവര് മുറിവേറ്റ കരങ്ങള്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കരങ്ങള്, മുറിവേറ്റ കരങ്ങള് ഉയർത്തിയെങ്കില് മുറിവില്ലാത്ത ഈ കരങ്ങള് ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ദർശനതയില് ദൈവജനം പ്രാർത്ഥിച്ച് ഈ കാറ്റ്, ഈ ചങ്ങലകളെ ഭേദിച്ച കാറ്റ്, ഈ ചങ്ങലകളെ അറുത്തുമുറിച്ച കാറ്റ്, ഈ തടവറയുടെ അടിത്തറ കുലുക്കിയ കാറ്റ്, ഈ അടയ്ക്കപ്പെട്ട വാതിലുകളെ തുറന്ന കാറ്റ്, ആ തടവറ കാവൽക്കാരെ മാനസാന്തരപ്പെടുത്തിയ കാറ്റ് എന്നിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് ആഞ്ഞു വീശട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കണേ. കാറ്റ് വീശണേ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. എന്റെ തടസ്സങ്ങൾ, എന്റെ ചങ്ങല അടിയണമെങ്കിലോ, എന്റെ മുമ്പിൽ അടക്കപ്പെട്ട വാതിൽ തുറക്കണമെങ്കിലോ ഞാൻ വിശ്വാസത്തോടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോ ഈ കാറ്റാഞ്ഞു വീശ് ഞങ്ങളുടെ തടസ്സങ്ങളിലേക്ക്, നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളിലേക്ക് കർത്താവിന്റെ കാറ്റ് ആഞ്ഞു വീശുമ്പോ ആ കൊടുങ്കാറ്റിന്റെ ശക്തിയാല് ചങ്ങലകൾ അഴിയപ്പെടും. കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് കെട്ടഴിയട്ടെ, കെട്ടഴിയട്ടെ, കെട്ടഴിഞ്ഞു പോട്ടെ. തടസ്സങ്ങൾ നീങ്ങട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ കാരുണ്യം ദിവചനത്തില് വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ വിശ്വാസം എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. സർവശക്തിയോടെ വിളിക്കാമോ? ഈശോയെ. സമർപ്പിക്കാം. സമർപ്പണത്തിന്റെ സമയം. ഹൃദയം തുറന്ന് നമുക്ക് കൊടുക്കാം. വിട്ടുകൊടുത്തോണ്ട് പ്രാർത്ഥിക്കാം. ഈശോ, ഇത് അനുഗ്രഹമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കൊടുപ്പ് ആ ഉള്ളിൽ നിന്നായിരിക്കണം കൊടുക്കുക. ഹൃദയം തുറന്നൊന്ന് സമർപ്പിച്ചേ, വിട്ടുകൊടുത്തോണ്ട് പ്രാർത്ഥിച്ച്. നാളെ ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല, നാളെ ഉണ്ടോന്ന് അറിയത്തില്ല, നാളെ പ്രസംഗിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഒരു കൊടുപ്പ് കർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു കൊടുപ്പായിരിക്കും. ആ ഹൃദയം കവർന്നെടുക്കുന്ന, ആ ഹൃദയത്തെ സ്വന്തമാക്കുന്ന ഒരു സമർപ്പണമായിരിക്കണം. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളും എൻ്റെ കുടുംബം എനിക്ക് ഏൽപ്പിച്ചതെങ്കിൽ സകല സമ്പത്ത് ഉൾപ്പെടെ മുഴുവനും കർത്താവിൻ്റെ ദർശനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കാറ്റ് അങ്ങോട്ട് വീശാനായിട്ട്, ഈ സമർപ്പണത്തിലൂടെ ഈ വലിയ കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട. ചില ബന്ധനങ്ങൾ അവിടെയുണ്ട്, ചില തടസ്സങ്ങളുണ്ട്, ചില രോഗങ്ങൾ പതുങ്ങിയിരിപ്പുണ്ട്. എനിക്ക് സമ്പത്തുണ്ടാകുമ്പോൾ എൻ്റെ ജീവനും കൊണ്ടുപോകാനായിട്ട്, ആ സമ്പത്ത്
ആശുപത്രി വഴി പോകാനായിട്ട് ചില കാര്യങ്ങൾ, തടസ്സങ്ങൾ, അതിനായിട്ട് ചില അരൂപികളവിടെ തടസ്സം നിൽക്കുന്നുണ്ട്. അതിൻ്റെ മേല് കർത്താവിൻ്റെ കാറ്റടിക്കുമ്പോൾ സകല ചങ്ങല അഴിഞ്ഞു, വാതിൽ തുറന്നു. കാരാഗ്രഹമില്ല, കാരാഗ്രഹമില്ല. കണ്ടുവന്നവർ ചോദിച്ചു, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ വിളിച്ചു പറയണം, സാക്ഷ്യ ജീവിതം. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാൻ കരമുയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിച്ച അഭിഷേകം നിറയട്ടെ. കർത്താവിന്റെ കാറ്റ് സഹീയോൻ ഒട്ടുശാലയിൽ ആഞ്ഞടിച്ച കാറ്റ്. അപ്പസ്തോലന്മാര് അർദ്ധരാത്രിയോടടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തടവറയിലേക്ക് വ്യാപരിച്ച ആ കൊടുങ്കാറ്റ്, പരിശുദ്ധ രൂഹായുടെ കാറ്റ്, പരിശുദ്ധ രൂപിയുടെ അഭിഷേകം ഇന്ന് എന്റെ ജീവിതത്തിലേക്ക്, എന്റെ പ്രതിസന്ധികളിലേക്ക്, എന്റെ ജപ്തിയിലേക്ക്, എന്റെ ഇല്ലായ്മകളിലേക്ക്, എന്റെ തടസ്സങ്ങളിലേക്ക്, എന്റെ കടബാധയിലേക്ക്, സകലം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്റെ ആ കാറ്റ് വീശട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുന്ന പരിശുദ്ധാരൂപിയാകുന്ന ആ കാറ്റ് ദൈവജനത്തിന്റെ തടസ്സങ്ങളിലേക്ക് വീശിയടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ. ചേർന്ന് ഹൃദയം വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അവിടെ അനേകനല്ല, എരിതിയിൽ വീണാലും അവിടെ അനേകനല്ല, വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. 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 കർത്താവിന്റെ കാറ്റ്, പരിശുദ്ധാരൂപിയുടെ അഭിഷേകം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അരുവി വ്യാപരിക്കുവാൻ പരിശുദ്ധാരൂപിയുടെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും നമ്മളെ വെളിപ്പെടാൻ ആഗ്രഹിക്കും. അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുത ശക്തി മുടന്തനായ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുന്നില്ലേ? ഈ കാറ്റ് അങ്ങോട്ട് വീശുക. വെള്ളിയോ സ്വർണ്ണമൊന്നുമില്ല, ഈ കാറ്റ് തരാന്ന് പറഞ്ഞു.
ഞങ്ങളുടെ മേൽ വിശ്വസിച്ചവനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തരാം. ഈ കാറ്റയക്കുന്നവനെ തരാം. ഈ കാറ്റയക്കുന്നവൻ, നിശ്വസിക്കുന്നവൻ ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്, വലിയ കൃപ വ്യാപരിക്കുന്നുണ്ട്. ശരീരത്തിൽ കുളിർ അനുഭവം കിട്ടുന്നവരുണ്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുക. യെശയ്യാ 66:2 അഭിഷേകവും ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ദൈവാനുഗ്രഹം കടന്നു വരിക, കുളിരനുഭവം കിട്ടുന്നുണ്ടോ? ഈശോ കാണിച്ചു തരിക, ആത്മാവ് വെളിപ്പെടുത്തുക. അനുഗ്രഹിക്കുന്നു ഞാൻ ഈ സമൂഹത്തെ, ദൈവജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കാറ്റ് വീശുക, കർത്താവിൻ്റെ നിശ്വാസം ദൈവജനത്തിൻ്റെ മേൽ വ്യാപരിക്കപ്പെടുക. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നദ്ധയിൽ നന്നായിട്ടൊന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കുക. പൗലോസ് ശീലാസും അർദ്ധരാത്രിയോട് അടുത്തവരെങ്ങനെ ചെയ്തേ? കീർത്തനം പാടി, സങ്കീർത്തനം പാടി അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുക. സങ്കീർത്തനം പാടി, കീർത്തനം പാടി, സങ്കീർത്തനം ആലപിച്ചുകൊണ്ട്. ഞാൻ പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിലോ സങ്കീർത്തനം വായിച്ച് ദൈവത്തെ ആരാധിക്കാറുണ്ട്. വലിയ വിഷയം കിട്ടും ആ സമയത്ത്. ഇവര് ചെയ്തത് തന്നെയാണ്. ദൈവമായ കർത്താവിനെ ദാവീദ് രാജാവ് ആരാധിച്ചതുപോലെ സങ്കീർത്തനങ്ങളാലും കൈത്താളങ്ങളാലും ദൈവമായ കർത്താവിനെ അവർ ആരാധിച്ചു. അപ്പോഴാണ് അവരുടെ പ്രാർത്ഥന കേട്ട ദൈവം അവർ സമ്മേളിച്ചവരായിരുന്ന ആ തടവറയിലേക്ക് ദൈവത്തിന്റെ കാറ്റ് വ്യാപരിച്ചത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. സർവശക്തന്റെ ശക്തി പ്രകടമാകട്ടെ. സങ്കീർത്തനങ്ങളാലും ഗീതങ്ങളാലും കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവമായ കർത്താവിനെ ദൈവജനമിത ആരാധിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് പാടാം. നന്നായിട്ട് ആടിപ്പാടി ഒരു വേദനകളൊന്നും വകവെക്കാതെ സങ്കടങ്ങളെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വേദനകളെല്ലാം അകലട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഈ സമൂഹം ആരാധിക്കുമ്പോ ദൈവത്തിന്റെ അത്ഭുത ശക്തി, കർത്താവിന്റെ കാറ്റ്, സ്വർഗത്തിലെ കാറ്റ് ഈ സമൂഹത്തിന്റെ മേൽ ഇതാ വ്യാപരിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, റൂഹായെ വിളിക്കുന്നു, റൂഹായെ വിളിക്കുന്നു, റൂഹായെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മാവേ, എന്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ, എന്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും, അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ. കരമൊഴിയടയളിച്ച് സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ, 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 കർത്താവിനെ എന്നും. എല്ലാവരും ചേർത്ത് പാടിക്കേ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ, 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 കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. കരമടിച്ചു വിശ്വാസത്തോടെ പോരന്നേ. നന്നായിട്ട് പൗലോസും ശീലാസും ആരാധിച്ചതുപോലെ സഹനങ്ങള്, വേദനകള്, നൊമ്പരങ്ങള്, അടിമുറിവേറ്റ ശരീരത്തിലേക്ക് നോക്കാതെ അവരെ സൃഷ്ടിച്ച, അവരുടെ മേൽ വിശ്വസിച്ച ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടുകൂടി അവർ അവരെ ദൈവത്തെ ആരാധിച്ചു. കരങ്ങളുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അബ്രഹാമിൻ ദൈവം നിന്നെ വിളിച്ചു, ഇസഹാക്കിൻ ദൈവം പരിപാലിച്ചു. അബ്രഹാമിൻ ദൈവം നിന്നെ വിളിച്ചു, ഇസഹാക്കിൻ ദൈവം പരിപാലിച്ചു. യാക്കോബിൻ ദൈവം തുണയായി നിന്നു, ഇസ്രായേലിൻ ദൈവം കരുതിയല്ലോ. യാക്കോബിൻ ദൈവം തുണയായി നിന്നു, ഇസ്രായേലിൻ ദൈവം കരുതിയല്ലോ. ആത്മാവേ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചുറ്റൻ രക്ഷകനായ ദൈവത്തില് ആനന്ദിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തിരുവചനത്തിന്റെ അഭിഷേകം ഇതാ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തില് ആനന്ദിക്കുന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ ഈശോയെ? പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. മർദ്ദിതർക്കു നീതി നടത്തി തരും, വിശക്കുന്നോർക്കാഹാരം ദിനവും തരും. മർദ്ദിതർക്കു നീതി നടത്തി തരും, വിശക്കുന്നോർക്കാഹാരം ദിനവും തരും. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കും, അത്തരുടെ കണ്ണുകൾ തുറന്നു തരും. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കും, അത്തരുടെ കണ്ണുകൾ തുറന്നു തരും. ആത്മാവേ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കരമുടിയടിച്ച് സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ. കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ. കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. ആത്മാവേ എന്റെ ആത്മാവേ കർത്താവിനെ 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 സ്തുതിച്ചിടുവിൻ. ഹല്ലേലൂയ, 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 കൊടുങ്കാറ്റിന്റെ ശബ്ദം നമ്മെ വിളിച്ചിരുന്ന മാളികമുറിയിലേക്ക് അരുവി വ്യാപരിച്ചു. പരിശുദ്ധാരുവി വ്യാപരിച്ചു. ആ വലിയ അഭിഷേകം ഈ സമൂഹത്തിന്റെ മേല്, ഇവിടെ പ്രശ്നങ്ങളുടെ മേല്, പ്രതിസന്ധികളുടെ മേല്, ഇല്ലായ്മയുടെ മേല്, അടയ്ക്കപ്പെട്ട വഴികള് ഇതാ തുറക്കപ്പെടുന്നു. ചെങ്കടലിനെ ഭേദിച്ച അതേ കാറ്റ്, കിഴക്കൻ കാറ്റ് ഇതാ വീശിയടിക്കുന്നു, വീശിയടിക്കുന്നു. കരമുയർത്തി ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ കാറ്റ് സിഹിയോൻ ഊട്ടുശാലയിലേക്ക് പറന്നിറങ്ങിയ ദൈവത്തിന്റെ നിശ്വാസം ഇതാ വ്യാപരിക്കുന്നു. കരമുയർത്തി ഒറ്റവിളി, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആഗ്രഹിക്കാം, മുട്ടുമേൽ നിൽക്കാം. അനുതാപത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ കാറ്റ് വീശാതിരുന്നൊരു കാലഘട്ടം,
ഈ കാറ്റ് ആഞ്ഞടിക്കാതിരുന്നൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ പ്രതിസന്ധികളുടെ കടന്നുപോയ ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന് കാരണമായിരിക്കുന്നത് നമ്മുടെ ലോകത്തുള്ള താല്പര്യവും. എല്ലാം നഷ്ടപ്പെട്ടു, വള്ളമില്ല, വലയില്ല. ഈശോയെ പ്രതീക്ഷയോടെ കാത്തിരുന്നുകൊണ്ട് അന്നു വേണ്ടുന്ന ആഹാരം തരുന്ന മിശിഹായുടെ പുറകെ നടന്ന അപ്പസ്തോലന്മാര് പെട്ടുപോയില്ലേ മക്കളെ? അവർക്കാരുമില്ലാത്തൊരവസ്ഥ. യഹൂദരെ ഭയന്ന് തൻ്റെ ഗുരുവിനെ കുരിശെത്തറച്ചവര് തങ്ങളെയും കുരിശെത്തറയ്ക്കുമെന്ന് പേടിച്ചരണ്ട് ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുമ്പോ ആ മുറിക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സമാധാനം കൊടുത്ത ഉദ്ധിതനായ യേശുനാഥൻ. വലിയ സന്തോഷം പ്രദാനം ചെയ്ത യേശുക്രിസ്തു അവിടെ മേൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിനെ സ്വീകരിക്കുവാൻ പറഞ്ഞ അതേ മിശിഹ പ്രാർത്ഥിച്ച മക്കളെ ഭയം ഉണ്ടായി. ഗുരുവിനെ ഉപേക്ഷിച്ചിട്ട് പല വഴി ചെതറിപ്പോയപ്പോ എനിക്കവനെ അറിയത്തില്ല, അവനെ കണ്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞ് പത്രോസ് യഹൂദരെ ഭയന്ന് ചിതറിപ്പോയ ശിഷ്യന്മാര് ആകുലതയിലും ഇനി എന്തു ചെയ്യും, ഇനി ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ. എമ്മാവൂസിലേക്ക് പോലും പോയി ലക്ഷ്യബോധമില്ലാതെ പോകുന്ന ശിഷ്യ സമൂഹം. മക്കളെ, ആ ഒരു അവസ്ഥയ്ക്ക് കാരണം ഗുരുവിന്റെ സാന്നിധ്യവും സാമീപ്യത്തിൽ നിന്ന്, കാറ്റിൽ നിന്ന്, നിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജീവിത കാലഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ചേ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച്. പാപിനിയായ സ്ത്രീ, അവളൊരു കൽക്കൂമ്പാരമായിട്ട് മാറേണ്ടവളാ. അവളുടെ വേദനയുടെ മധ്യത്തിലോ മരണത്തിന്റെ മധ്യത്തിൽ നിൽക്കുവാൻ കാരണം അവൾ ചെയ്തു കൂട്ടിയ ചെയ്തികളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. പുതുവചനത്തിലൂടെ, പുതുജീവനിലൂടെ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തും. ആ കൽക്കൂമ്പാരമാകേണ്ടവളെ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചത് യേശുവാണെന്ന് നമ്മളെ അവർക്ക് സമാധാനം കൊടുത്തതും രക്ഷപ്രദാനം ചെയ്തതും യേശുവാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലാസർ രോഗിയായി കിടന്നപ്പോ യേശു വരാതിരുന്നപ്പോ നീരസമുണ്ടായി. പ്രതീക്ഷയോടെ കാത്തിരുന്ന മർത്തയും മറിയവും നിരാശയിലേക്ക് കടന്നു പോവുക. ഈശോ വരുമ്പോ ഒരു നിരാശയുടെ വാക്കുകള് അവൾ ഈശോയോട് പറയുന്നുണ്ട്. ഗുരുവേ, അങ്ങവൻ രോഗിയായി കിടന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഈശോ പറഞ്ഞു, മോളെ, അതല്ല വിശ്വാസം. യേശു പുനരുത്ഥാനവും ജീവനുമാണെന്ന് വ്യക്തമാക്കുകയാണ്. ഞാനാണ് പുനരുത്ഥാനവും ഞാനാണ് ജീവനെന്ന് ഈശോ ഉറക്കെ പ്രഖ്യാപിക്കുക. വിശ്വസിച്ചാൽ മോളെ, ദൈവത്തിന്റെ മഹത്വം കാണാൻ പറ്റുമെന്ന് മർത്തയോടും മറിയത്തോടും പറഞ്ഞ യേശുനാഥൻ കല്ലറകളിലേക്ക് കടന്നിയെന്ന് കല്ലുരുട്ടി മാറ്റുവാൻ അവരോട് ആവശ്യപ്പെട്ടു. അവിശ്വാസത്തിന്റെ കല്ലുകള് ഉരുട്ടി മാറ്റപ്പെട്ടപ്പോ ഈശോ പറയുന്നുണ്ട്, നെടുവേർപ്പെട്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, അവിടുത്തെ ആത്മാവിനെ ഈ ചീഞ്ഞളിഞ്ഞ ലാസറിലേക്ക് അയച്ചാൽ അവൻ പുനരുത്ഥാനവും ജീവനുമായിട്ട് മാറ്റപ്പെടും. നിന്റെ മകനായിട്ട് അവൻ മാറ്റപ്പെടുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കാറ്റൊന്ന് അയക്കുവാൻ ഈശോ ആവശ്യപ്പെട്ടപ്പോ പിതാവിൽ നിന്ന് നിശ്വാസം ആ കല്ലറകളിലേക്ക് കടന്നു ചെന്നപ്പോ ചീഞ്ഞളിഞ്ഞ ലാസറ് പുറത്തു വന്നു. ലാസറേ, പുറത്തു വരുവാൻ കൽപ്പിച്ചപ്പോ ജീവനുള്ള ലാസറ് പുറത്തു വന്നു. എങ്കിലോ ഉദ്ധിതന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിലേക്ക് നിശ്വാസമായിട്ട് കടന്നു വരുമ്പോ നിന്റെ ചീഞ്ഞളിഞ്ഞ ജീവിതങ്ങള്, തകർക്കപ്പെട്ട ജീവിതങ്ങള്, ഇല്ലായ്മ ചെയ്യപ്പെട്ട ജീവിതങ്ങള്
നീ ഒരിക്കലും ഉയർക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന തമ്പുരാന്റെ സ്നേഹമാണ് ഈ പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കരമുയർത്തുന്നു വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നിനക്ക് വേണ്ടി നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ നിനക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുനാഥൻ നിന്നെ വീണ്ടെടുക്കുവാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് അരുളിച്ചതുകൊണ്ട് അവൻ പരിശുദ്ധ കുർബാനയായിട്ട് നിന്നെ വീണ്ടെടുക്കുവാൻ നിന്റെ ജീവിതത്തിലേക്ക് വിശ്വാസമായി പിതാവിന്റെ കാറ്റായിട്ട്, പിതാവിന്റെ സമാധാനമായിട്ട്, പിതാവിന്റെ രക്ഷയായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ സാന്നിധ്യത്തെ നീ ഒന്ന് ആരാധിക്കാമോ? പാപിനിയായ സ്ത്രീ കണ്ണുനീരുകൊണ്ട് അവന്റെ പാദങ്ങൾ കഴുകി, അവൾ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടച്ചതുപോലെ നീ കണ്ണുനീര് നിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഓർത്തുകൊണ്ട് നീ ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണുനീരൊഴുക്കി നീ പ്രാർത്ഥിച്ചാൽ അവളുടെ മേൽ ഒഴുകിയിറങ്ങിയ വിശ്വാസത്തിന്റെ കാറ്റ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ജീവിതം പുതുജീവിതമായിട്ട് മാറ്റപ്പെടുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. മകളെ, മകനെ, കരമൊന്ന് നീട്ടിക്ക്, കണ്ണുനീരൊഴുക്കി ഒന്ന് വിളിച്ച് ഈശോയേന്ന്, ഈശോയേന്ന് വിളിച്ച് വിശ്വാസം നഷ്ടപ്പെട്ട് പാപത്തിന്റെ മാർഗങ്ങളിലൂടെ കടന്നുപോയി പലരെയും ഹൃദയത്തില് വിഗ്രഹമായി സൂക്ഷിച്ച ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, നീ ആ കാലഘട്ടത്തെ ഏറ്റെടുത്തുകൊണ്ട് പുതുജീവൻ നൽകിക്കൊണ്ട് എന്റെ ജീവിതത്തെ പുനരുത്ഥാനത്തിന്റെ ജീവിതമാക്കിക്കൊണ്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? വലിയ ആകാംക്ഷയോടെ വിളിക്കാമോ? ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കാമോ? ഹൃദയ വിശുദ്ധിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിച്ചവനെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? രക്ഷിതാവിനെ കാൺക പാപി, ദൈവമേ, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. രക്ഷകനെ കാണുന്നു. പാപിനിയായ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം, രക്തസ്രാവക്കാരി യേശുവിനെ കണ്ടുമുട്ടിയ നിമിഷം, സിക്കമൂർ മരത്തിന്റെ മുകളിലിരുന്ന് യേശുവിനെ കണ്ടുമുട്ടിയ പാപം ചെയ്ത ധനികനായ ചുങ്കക്കാരനായ സഖേവൂസ്, ആ സഖേവൂസിനും രക്ഷ കൊടുത്ത അതേ ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, പാപികളും അയോഗ്യരും ആയ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാനയിലോ ഇന്നും അവൻ സജീവനായിട്ട് ഇന്നും ജീവിക്കുന്നു. ആ സജീവനായ ദൈവത്തെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക.
രക്ഷിതാവിനെ കാൺക പാപി. രക്ഷകനായ സകല പാപങ്ങളും ഏറ്റെടുത്ത് പരിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്ത ക്രിസ്തുവിനെ ആരാധിക്കാം. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ. രക്ഷിതാവിനെ കാൺക പാപി. പറയൂ നിന്റെ പാപമല്ല, പറയുക നിന്റെ പാപമല്ല, കള്ളമേതും നിനക്കേണ്ട നിന്റെ ഉള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്റെ ഉള്ളിൽ നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി. നിറഞ്ഞു നിൽക്കുകയും ദൈവസാന്നിധ്യം കൊണ്ട് ദേവാലയം നിറഞ്ഞു നിൽക്കുകയും ദൈവമഹത്വം ദേവാലയത്തിൽ വെളിപ്പെട്ട് നിൽക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കണേ, എന്നൊരു അഭിഷേകമാക്കണേ. ഈ കാറ്റെന്നിലേക്ക് മരണം വരെ വീശി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് പെന്തക്കോസ്തായിൽ ലഭിച്ച അനുഭവം, ആ അഭിഷേകം അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ല. അവർ അവനെ അനുഗമിച്ചു. അവൻ പോയ വഴിയിലൂടെ, അവനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവൻ പോയ അതേ വഴിയിലൂടെ അവർ പോയി. ഞാനും നിങ്ങളും സുരക്ഷിതമായ വഴിയിലൂടെ പോവാം. കർത്താവ് അറിയാം, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന യഥാർത്ഥ വഴിയിലൂടെ നിങ്ങൾ വരണം. നമുക്ക് ചാടി എഴുന്നേക്കാം, ആഗ്രഹിക്കാം. ഈ ലോക ജീവിതം അല്ല മക്കളെ, ഏതാണ്ടെല്ലാം ഉണ്ടാക്കി, ഏതാണ്ടെല്ലാം ചെയ്തു കൂട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ്. ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ നമ്മുടെ അടുത്ത് ഈശോ വന്നിട്ട് പറയാം, മോനെ പോരാൻ പറഞ്ഞാൽ എന്തു പറയാം നമ്മള്, നീ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ചൊരു 5-8 വർഷമൂടെ കഴിയുവാണെങ്കിൽ 90 വയസ്സുള്ള അമ്മച്ചിയോട് ചോദിച്ചാലും അമ്മച്ചി പറയും, ഒരു 10 വർഷമോടെ ഇരുന്നാൽ കുറെ കാര്യങ്ങളോട് ചെയ്തിട്ട് പോരാ. മക്കളെ പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ പോകുവാൻ, ഈശോ അനുഗമിക്കുവാൻ, അവൻ കരുതി വച്ചിരിക്കുന്ന വാസസ്ഥലത്തേക്ക് പോകേണ്ടവരാണ് ഞാനും നിങ്ങൾ. കൂട്ടിക്കൊണ്ടുപോകാൻ വരും, എല്ലാം വിട്ടിട്ട് പോകണം. സകലത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. എപ്പോഴാ വരുന്നതെന്നറിയത്തില്ല, ആ സമയമോ കാലമോ ഒന്നും നമുക്കറിയത്തില്ല. കർത്താവ് വരും, ദൂതൻ വരും. ദൂതൻ പ്രാർത്ഥന കേൾക്കത്തില്ല, സമയം തെല്ലും തരത്തില്ല, കൊണ്ടുപോകും, ഉറപ്പാ. ഇനി ആരാധിക്കേണ്ടത്, ഇനിയാണ് ആരാധിക്കേണ്ടത്. സകലതും വിട്ടുകൊടുത്ത് എപ്പോൾ വേണേലും കൊണ്ടുപോകും. നാളെ ചെയ്യാൻ പറ്റും, നാളെ വചനം പ്രഘോഷിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരച്ഛനെ വിളിച്ചു ശുശ്രൂഷ ചെയ്യാനായിട്ട്. മാർച്ച് മാസത്തിൽ വരാമോ എന്ന് ചോദിക്കുക. ഉണ്ടോന്നറിയത്തില്ല. അച്ഛാ വരാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വരാം, പക്ഷെ ഉണ്ടോന്ന്, കാണുമോന്ന്, പ്രഘോഷിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. കുറെ കാര്യം ചെയ്യാനില്ലേ, കുറെ കരുതി വെച്ചിട്ടില്ല, അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ.
പറ്റുമെന്നറിയത്തില്ല, നടക്കുമെന്നറിയത്തില്ല. ആയസ് തരണമെങ്കിൽ ആരാധിക്കണം. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. കർത്താവ് കൽപ്പിച്ചിരിക്കുക, ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കാറ്റയച്ച് കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാ? ആരാധിക്കുവാൻ. ആരാധിക്കുന്നവനെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കും. അനുദപിക്കുന്നവനെ പർദീസയിലേക്ക് കൊണ്ടുപോകും. എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും. കമന്ന് കിടക്കുന്നവരും ഒക്കെ എഴുന്നേറ്റ് നിന്ന് നന്നായിട്ടൊന്ന് ആരാധിക്കാം. നാളെ ഉണ്ടോന്നറിയത്തില്ല. എഴുന്നേറ്റ് നിന്ന് കരമൊന്ന് അടിച്ച് നന്നായിട്ടൊന്ന് ആരാധിക്കുക. ആരും ആരെ നോക്കുന്നില്ല. ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിന്റെ അരികിൽ നിൽക്കുമ്പോ ആരെയും അറിയുന്നില്ല. വാഗ്ദാന പേടകത്തിനുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞപ്പോ താൻ ഒന്നുമല്ല എന്ന് മനസ്സിലായ രാജാവ് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ രാജാവ് ചാക്കുടുത്ത് ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോ വസ്ത്രം പോലും അഴിഞ്ഞുപോയി. നഗ്നനായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച ദാവീദിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ എപ്രകാരം ആരാധിക്കണമെന്ന് ദാവീദ് രാജാവിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക. നീ എല്ലാം മറന്ന്, നിന്റെ രാജ്യത്വം മറന്ന്, ആ സ്വർഗീയ രാജ്യത്വത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, അത് മണ്ണോട് മണ്ണ് ചേരേണ്ടതാണ്, അതിനെ കരുതണ്ടെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. സർവശക്തനെ സ്തുതിച്ച് കർത്താവിന്റെ മഹത്വം കാറ്റായി വീശട്ടെ. കർത്താവിന്റെ സാന്നിധ്യം കാറ്റായി പെയ്തിറങ്ങട്ടെ. അഭിഷേകം നിറയട്ടെ. അഭിഷേക മഴ പെയ്തിറങ്ങട്ടെ. സിഹിയോനിൽ നിറഞ്ഞതുപോലെ ആത്മാവിന്റെ അഭിഷേകം കാറ്റായി ഈ ജനത്തിന്റെ മേല്, ഞങ്ങളുടെ മേല് വ്യാപരിക്കപ്പെടുമ്പോ കർത്താവ് അപ്പസ്തോലന്മാരിലൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ചതുപോലെ ഞങ്ങളിലൂടെ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് മാറ്റപ്പെടുന്നതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ അങ്ങേ ഞങ്ങള് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ വിളിക്കാമോ? ഈശോയെ. കരമടിച്ച് പാടാം. ഒന്നനങ്ങി, ഇരുവശത്തേക്ക് ഒന്നനങ്ങി. ഉണർവിൻ കൊടുങ്കാറ്റ് നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റ് നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നെ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നെ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. ദാഹത്തോടെ അതേ കാറ്റ് കുഴിയിലേക്ക് വിശ്വസിച്ച അതേ കാറ്റ് ചെങ്കടൽ മധ്യത്തിലേക്ക് കിഴക്കൻ കാറ്റിന്റെ രൂപത്തിൽ വന്ന അതേ കാറ്റ് അപ്പസ്തോലന്മാരുടെ മേൽ യേശു വിശ്വസിച്ചുകൊണ്ട് അവരുടെ മേൽ അയച്ച അതേ കാറ്റ് സിഹിയോൻ ഒട്ടുശാലയില് അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവരുടെ മേൽ വീശിയ അതേ കാറ്റ് പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കാരാഗൃഹത്തെ ഇല്ലായ്മ ചെയ്ത ആ വലിയ കാറ്റ് ഇപ്പോൾ വീശിയടിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ. ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ.
ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. 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 ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. വലിയ അഭിഷേകം, കല്ലറകളെ ഭേദിച്ച അഭിഷേകം. യേശു തലചായ്ച്ച് ജീവൻ വെടിഞ്ഞപ്പോ ഭൂതലത്തിന്റെ മേൽ വീശിയ അതേ കാറ്റ് നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങളിലേക്ക് വീശിയടിച്ചതേ കാറ്റ്, കല്ലറകളെ ഭേദിച്ച് വിശുദ്ധരെ പുറത്തു കൊണ്ടുവന്ന അതേ കാറ്റ് ഇതാ വ്യാപരിക്കപ്പെടുന്നു. കരങ്ങളുയർത്തി സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായിട്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. അപ്പോസ്തലന്മാർ ആരാധിച്ചതുപോലെ ഈ സമൂഹം ദൈവത്തെ ആരാധിക്കുന്നു. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശിലാസും കീർത്തനം പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്നു. ആ വലിയ കാറ്റടിക്കുന്നു. ആ വലിയ കാറ്റ് തടവറകളെ ഭേദിച്ച കാറ്റ് ഇതാ വ്യാപരിക്കപ്പെടുന്നു. സ്വരമേർത്തി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. സ്വരമേർത്തി പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകള് അഴിഞ്ഞു വീണു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരുടെയും ചങ്ങലകള് അഴിഞ്ഞു വീണു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയെ. അങ്ങനെ പഠിച്ചു പാട് ആരാധിക്കാം. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ. ബന്ധനമഴിക്കണേ പരിശുദ്ധാത്മാവേ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കോസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുക്കാറ്റേ നീ വീശണമേ വീണ്ടും. 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 അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. 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 അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ.
നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നെ 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 നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ അഭിഷേകമുള്ള കരം, അഭിഷേകത്തിൻ കൈകൾ നീ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ യേശുവിന്റെ വിശ്വാസം അഭിഷേകത്തിൻ ജീവിതത്തിലേക്ക് വിശ്വസിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, ആയിരിക്കുന്ന അവസ്ഥയിലേക്ക്, എന്റെ ബിസിനസ് മേഖലയിലേക്ക്, എന്റെ ജോലി സാധ്യതകളിലേക്ക്, എന്റെ ജോലി മേഖലയിലേക്ക്, എന്റെ അഭിവൃദ്ധിയിലേക്ക് ദൈവത്തിന്റെ കാറ്റ് ആഞ്ഞു വീശട്ടെ. തടസ്സങ്ങൾ നീങ്ങട്ടെ. എന്റെ വിവാഹ ജീവിതത്തിലേക്ക്, എന്റെ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ കാറ്റായി വീശട്ടെ, കാറ്റായി വീശട്ടെ. രോഗികളിലേക്ക് സൗഖ്യമായിട്ട്, സമാധാനമില്ലാത്തവരിലേക്ക് സമാധാനമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇപ്പോൾ വീശട്ടെ. ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ വിശ്വാസം ഈ സമൂഹത്തിന്റെ മേല്, ഇവിടെ നൊമ്പരങ്ങളുടെ മേല്, ഇവിടെ വേദനയുടെ മേല്, ഇവിടെ കഷ്ടപ്പാടുകളുടെ മേല്, ഇവിടെ ദുരിതങ്ങളുടെ മേല്, ഇവിടെ പ്രശ്നങ്ങളുടെ മേല്, ഇവിടെ പ്രതിസന്ധിയുടെ മേല്, ഇവിടെ കറവയുടെ മേല്, ഇവിടെ കേസുകളുടെ മേല്, ഇവിടെ വഴക്കുകളുടെ മേല്, ഇവിടെ ജീവിതത്തിന്റെ എല്ലാ ദുരവസ്ഥയുടെ മേല് കർത്താവിന്റെ കാറ്റ്, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ കണ്ണുനീരിന്റെ മേല് മുട്ടമേലാകാം. സമർപ്പിക്കാം. എല്ലാ നിയമങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ കാറ്റടിക്കുന്ന സമയമാണ്. അസ്വസ്ഥതകളിലേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുന്ന സമയം. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഇടപെടണേ ഈശോയെ, ഇടപെടണേ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കാറ്റ് ആഞ്ഞടിക്കുക. തലവേദനയുള്ള 9ഓളം വ്യക്തികളെ ഈശോ ആ രോഗാവസ്ഥയിൽ നിന്ന് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. നിത്യമായ തലവേദന, കുടുങ്ങി ഈ രോഗാവസ്ഥ കർത്താവ് ഏറ്റെടുക്കുന്നു എന്ന് 9 വ്യക്തികളിൽ നിന്ന് ഈശോ ഏറ്റെടുക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. മൂക്കടയുന്ന അവസ്ഥ, രാത്രിയിൽ ഉറക്കത്തിൽ ശ്വാസം മുട്ടുന്നത് പോലെ അവസ്ഥ അനുഭവപ്പെടുന്ന 7 വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. തൈറോയിഡ് രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. തൈറോയിഡ് രോഗമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, അനുദപിച്ച് പ്രാർത്ഥിക്കുക. വലിയ മാനസാന്തരം ഈശോയെ അറിയാനായിട്ട് അനേകം മക്കൾക്ക് ഈശോ കൃപ തരുന്നതായി വെളിപ്പെടുന്നുണ്ട്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള വലിയൊരു അഭിഷേകം കർത്താവിൻ്റെ ആത്മാവ് സമൂഹത്തിന് നൽകുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോ ഇടപെടണേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണേ, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടണേ, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടണേ. ഈശോയെ കാറ്റ് വീശട്ടെ. പ്രാർത്ഥിച്ച് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് വലിയ അനുഗ്രഹം കർത്താവ് തരുന്നുണ്ട്. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്ത കുടുംബങ്ങളെയും അവിടെ നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദീപികാരുടെ നാഥൻ്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവരെയും ആ കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിദേശ രാജ്യങ്ങളിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവർ,
രോഗശൈലിയിലായിരിക്കുന്നവർ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ച് ഇവിടെ പ്രാർത്ഥനാ സഹായം എഴുതി തന്നിരിക്കുന്നവർ, അവരെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അവിടെ എല്ലാം സ്വർഗീയ കാറ്റ്, സൗഖ്യത്തിൻ്റെ കാറ്റ്, സമാധാനത്തിൻ്റെ കാറ്റ്, ഐശ്വര്യത്തിൻ്റെ കാറ്റ്, സമൃദ്ധിയുടെ കാറ്റ് എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ മക്കളുടെയും നിയോഗങ്ങളെ ഈശോയുടെ സന്നദ്ധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരങ്ങളൊന്നുയർത്തി വിശ്വാസത്തോടെ നമുക്ക് ശബ്ദമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ, ദൈവമഹത്വം വെളിപ്പെട്ടു എന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോ നമ്മെ ആശീർവദിച്ച് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. ആത്മാവ് അതിശക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുന്ന സമയം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആണിപ്പഴുതുള്ള കരങ്ങളാൽ തൻ്റെ ജനത്തെ ദൈവം ആശീർവദിച്ച് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ ദൈവജനം ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, യേശു എന്ന നാമം വിളിച്ച്, അധികാരമുള്ള നാമം വിളിച്ച്, ആ സ്വർഗീയ നാമം വിളിച്ച് ദൈവജനം പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് എൻ്റെ വേദന നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ, ദുഃഖം നിറഞ്ഞ, ആകുലത നിറഞ്ഞ, നിരാശ നിറഞ്ഞ, അസമാധാനം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ അങ്ങ് ഇറങ്ങി വന്ന് ആ സമാധാനം പുനഃസ്ഥാപിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവജനം വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഈശോയിൽ നിന്ന് സമൂഹം അനുഗ്രഹം പ്രാപിക്കുന്നു. തൻ്റെ ആത്മാവിനെ അവിടുന്ന് അധികമായി നൽകിക്കൊണ്ട് തൻ്റെ ജനത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നുള്ള ആ വലിയ വചനത്തിന്റെ ശക്തി ഇതാ വെളിപ്പെടുന്നു. ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ശക്തമായിട്ട് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. വിശ്വാസത്തോടെ വിളിക്കാം. വിശ്വസിച്ചുകൊണ്ട് വിളിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. നന്ദി പറഞ്ഞ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമ്മുടെ വഴികൾ, യാത്രകൾ
ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന രോഗാവസ്ഥകൾ അതിൽ നിന്നെല്ലാം നമുക്ക് പരിപൂർണ്ണ സംരക്ഷണം കിട്ടാനായിട്ട് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചു. പകർച്ചവ്യാധികളിൽ നിന്നെല്ലാം സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്നുള്ള മരണം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കാര്യങ്ങളൊന്ന് ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവെന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? നമുക്ക് ചേർന്ന് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം. കരമടിച്ചു പാടാം. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു